ഹായ് ഓൾ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ്. ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഈ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. ആ വീഡിയോ കാണാത്തവരൊന്ന് കയറി കാണും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയാണ് ചോദിക്കുന്നത്. നോക്കിയേ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ്റെ ട്വിസ്റ്റ്? നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാളുടെ അസുഖം എന്ന് മനസ്സിലാവും. ഇവിടെ അത് ലോങ് സൈറ്റ്നെസ് ആണ് അല്ലേ? പിന്നെ എന്താ തരിക? നമ്മൾ സാധാരണ ഇതിൽ എന്താ കണ്ടുപിടിക്കുക? അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെൻസിൻ്റെ പവറോ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തോ ആണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പവറും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? അവിടെ ഉപയോഗിക്കേണ്ട ലെൻസിൻ്റെ അയാളുടെ നിയർ പോയിൻ്റ് എത്രയാണ്, ആ പേഴ്സൻ്റെ ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അസുഖം സഫർ ചെയ്യുന്ന പേഴ്സൻ്റെ നിയർ സൈറ്റ് എത്രയാണ്, ആ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് സൈറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യൂസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ ആണ്. ഈ കാര്യം വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. ലോങ് സൈറ്റ് ആണെങ്കിൽ യു ഈസ് ഈക്വൽ -25 എന്നാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? ഇനി അടുത്ത കാര്യം നോക്കിയേ, എഫ് വേണം. എഫ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. എഫിന് പകരം എന്താണെന്നുള്ളത് പി ആണ് തന്നിട്ടുള്ളത്. പവർ പി is equal to 1/f നമുക്കറിയാം. അപ്പോൾ എഫ് is equal to 1/p ആണ്. 1/p ആണ്. ദാറ്റ് ഈസ് 1/1 is equal to 1 meter or 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ് മക്കളെ? അതിൻ്റെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇമേജ് കിട്ടുന്ന സ്ഥലം. അവിടെ ഇമേജ് കിട്ടിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വി ആണ് അല്ലേ? വി ഈക്വൽ ടു എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ ഡാറ്റ. ഈ കാര്യം ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ലെൻസ് ഇക്വേഷൻ ഉണ്ട്. ലെൻസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ലെൻസ് ഇക്വേഷൻ? ലെൻസ് ഇക്വേഷൻ ഇങ്ങനെയാണ്. 1/f is equal to 1/v minus 1/u. നമുക്ക് വേണ്ട 1/v ആണ്. സോ 1/v is equal to 1/f plus 1/u. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/f എത്രയാടാ? 100 ആണ്. ദാറ്റ് മൈനസ് വരും അല്ലേ? u -25 ആണ്. സോ -1/25. ഈ 1/25 എന്നുള്ളതിനെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് താഴെ LCM എടുക്കാൻ പറ്റും. അപ്പോൾ 1/100 അവിടെ ഉണ്ട്. താഴെ 100 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4/100. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി. -3 വരും അല്ലേ? 1 - 4 എന്നാൽ -3 വരും. ഡിവൈഡഡ് ബൈ 100. നമുക്ക് എന്താ കിട്ടിയത്? 1/v is equal to -3/100 കിട്ടി. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. v is equal to -100/3 or 33.33 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയുന്ന അതേ ടെക്നിക്ക് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചു ചോദിച്ചാൽ എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ച കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നമുക്ക് ഉറപ്പായി ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അതുവരെ see you.